Good morning. So today let us start chapter 2, that is Lebesgue measure. So Lebesgue measure define ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഔട്ടർ മെഷർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ഓക്കെ, സോ ബിഫോർ എൻറ്ററിങ് ടു അവർ ചാപ്റ്റർ ലെറ്റ് us define the length of an interval. നമുക്കറിയാം അല്ലേ, ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ ഇതേ കുറച്ച് ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഇൻ്റർവൽ എ ബി, അതായത് ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ 1-2 എന്നാവാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 1-4 എന്നാവാം, ഓപ്പൺ അറ്റ് 1 ആൻഡ് ക്ലോസ്ഡ് അറ്റ് 3 എന്നാവാം, ദെൻ 5 to infinity എന്നാവാം, എങ്ങനെ വേണമെങ്കിലും ആവാം അല്ലേ. സോ ലെങ്ത് ആൻഡ് ഇൻ്റർവൽ is I be a non-empty interval of real numbers. ഇഫ് ഐ ഈസ് അൺബൗണ്ടഡ് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ അല്ലേ, അതായത് ഓപ്പൺ ഇൻ്റർവൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഇതൊരു അൺബൗണ്ടഡ് ഇൻ്റർവലാണ്. അല്ലെങ്കിൽ ക്ലോസ്ഡ് നിന്ന് ഓപ്പൺ അറ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, എ എന്ന് പറയുമ്പോൾ 8 എന്ന് കൊടുക്കുക, ഇൻഫിനിറ്റി അൺബൗണ്ടഡ് ഇൻ്റർവലാണ്, -ഇൻഫിനിറ്റി ടു 2 അൺബൗണ്ടഡ് ഇൻ്റർവലാണ്. ഇൻ സച്ച് കേസസ് ഇതൊക്കെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എന്താ വരിക, ഇൻഫിനിറ്റി എന്ന് വരും അല്ലേ. ആൻഡ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ, ക്ലോസ്ഡ് ഇൻ്റർവൽ, ഓപ്പൺ അറ്റ് എ ആൻഡ് ക്ലോസ്ഡ് അറ്റ് ബി, ക്ലോസ്ഡ് അറ്റ് എ ആൻഡ് ഓപ്പൺ അറ്റ് ബി, ഇൻ ദ കേസിലൊക്കെ ലെങ്ത് ഓഫ് ഇൻ്റർവൽ ഈസ് ബി മൈനസ് എ അല്ലേ. ഓക്കെ, ഇനി ഔട്ടർ മെഷർ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ലെങ്ത് എന്താണെന്ന് അറിയണം, അത്രയേ ഉള്ളൂ. ഇനി ഔട്ടർ മെഷർ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ലെറ്റ് എ ബി എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് കൺസിഡർ ദി കൗണ്ടബിൾ കളക്ഷൻ ഐ കെ from k equal to 1 to infinity of non-empty open bounded intervals that covers A. സോ ഇപ്പോൾ എങ്ങനെയാണ് വരിക, ആദ്യം നമ്മൾ ഒരു 1-2 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലാണെന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, അതാണ് എൻ്റെ എ എന്ന് പറയുന്ന സെറ്റ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ റിയൽ നമ്പറാണ്, ഇവിടെയാണ് 0 വന്നിട്ടുണ്ട്, 1-2 അല്ലേ. സോ ഇതാണ് എൻ്റെ ഇൻ്റർവെൽ. ഓക്കെ, കവർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, അതിനെ കവർ ചെയ്യുന്ന പോലത്തെ ഇൻ്റർവെൽസ്. എങ്ങനെയുള്ള ഇൻ്റർവെൽസ് ആണ് തന്നിട്ടുണ്ട്, കൗണ്ടബിൾ ആണ് അല്ലേ. അപ്പോൾ I1, I2, I3, I4 നമുക്ക് എണ്ണാൻ പറ്റുന്ന ഇൻ്റർവെൽസ് ആണ്. നോൺ എംപ്റ്റി ആണ്, ഓരോ ഇൻ്റർവെല്ലിലും അറ്റ്ലീസ്റ്റ് ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടാവണം. ഓപ്പൺ ആണ് അല്ലേ, ഓപ്പൺ ഇൻ്റർവെൽസ് ആണ്. ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ദാറ്റ് കവേഴ്സ് എ. അപ്പോൾ ഞാനിതേ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാം. എൻ്റെ 1-2 ആണല്ലോ ഞാൻ എടുത്തിട്ടുള്ള എ എന്ന് പറയുന്ന സെറ്റ് എൻ്റെ 1-2 ആണ് അല്ലേ. അപ്പോൾ ഒരു ഓപ്പൺ കവർ ഞാൻ കൊടുക്കാൻ പോവാണ്. ഒരു ഓപ്പൺ കവർ. ഇപ്പോൾ ഇവിടെ -1 ഉണ്ട് കേട്ടോ. ഞാൻ -1 0 എന്നൊരു ഓപ്പൺ ഇൻ്റർവെൽ കൊടുത്തു. 0യുടെ അപ്പുറത്തൊരു -1/2 ഉണ്ടെന്ന് വിചാരിച്ചോ, കുറച്ചും കൂടി വലിയൊരു ഹാഫ്, -1/2 to 1/2 എന്ന് പറയുന്ന വേറൊരു ഇൻ്റർവെൽ കൊടുത്തു. ദെൻ 1 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന 3 അവസാനിക്കുന്ന വേറെ ഇൻ്റർവെൽ കൊടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കി 3 ഇൻ്റർവെൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. I1 എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെൽ കിട്ടി, I2 ഇൻ്റർവെൽ, I3 3 ഇൻ്റർവെൽ എടുത്തിട്ടുണ്ട് അല്ലേ. ഇതൊരു കവറാണ്. അതായത് ഈ -1 തൊട്ട് 3 എണ്ണം I1 യൂണിയൻ I2 യൂണിയൻ I3 എന്ന് പറയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് 0-1നെ അതെന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ, ഇല്ല അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ 1-2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലുണ്ട്. 0-3 എന്ന് പറയുന്ന ഒരൊറ്റ ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ തന്നെ അതിനെ കവർ ചെയ്തു അല്ലേ. ഈ 0-3 എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഒരെണ്ണം കൊണ്ട് കവർ ചെയ്യാൻ വേണമെങ്കിൽ, 2 എണ്ണം കൊണ്ട് കവർ ചെയ്യാൻ വേണമെങ്കിൽ, ഒരു 100 എണ്ണം വേണമെങ്കിലും കവർ ചെയ്യാം അല്ലേ. കുഞ്ഞു ഇൻ്റർവെൽസ് എനിക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ മീനിങ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എ ബി അപ്പോൾ ഒരു ഇൻ്റർവെല്ലാണെങ്കിൽ കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലേ. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനാണ് തന്നിരിക്കുന്നത്. അതെന്താവാൻ വേണമെങ്കിൽ നമ്മുടെ മീൻസ് 1, 2, 3, 4, 5 അങ്ങനെയുള്ള ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ്, അതായത് കൗണ്ടബിൾ വാല്യൂസ് ആവാം, അല്ലെങ്കിൽ കുറേ ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ ആവാം. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു 3 ഇൻ്റർവെൽസിൻ്റെ കളക്ഷനാണെന്ന് വിചാരിക്കും. അതായത് 1-2 ഓക്കെ, ക്ലോസ്ഡ് അറ്റ് 2 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ ഒരു 3 ഉണ്ട്, പിന്നെ 4, അപ്പോൾ ക്ലോസ്ഡ് അറ്റ് 4, ഓപ്പൺ അറ്റ് 5 ആണെന്ന് വിചാരിച്ചു. പിന്നെന്താ 6 എന്ന് പറയുന്ന പോയിൻറ്റും കൂടി ഉണ്ട്. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിട്ട് അവിടെ നോക്കിയാൽ 2 ഇൻ്റർവെൽസും ഒരു 6 എന്ന് പറയുന്ന ഒരു സിംഗിൾ ടൺ സെറ്റും അല്ലേ. ഈ 3 എണ്ണത്തിൻ്റെ യൂണിയനാണ് എൻ്റെ എ എന്ന് വിചാരിക്കുക. അപ്പോഴും നമുക്ക് ഓപ്പൺ കവർ എടുക്കാം അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് 0 തൊട്ട് 7 എന്ന് പറയുന്ന ഒറ്റ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായി,
അത് ഒറ്റ ഓപ്പൺ കവറായി. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, 0 to half എടുക്കാം, 1 to 3 എടുക്കാം, 2 to വേണമെങ്കിൽ ഒരു എന്താ പറയുക 5.5 എടുക്കാം. ഓക്കെ, 4.5 തൊട്ടിട്ട് 100 എടുക്കാം. അപ്പോൾ ഇതും എന്തായി, ഓപ്പൺ കവറായി. ഓക്കെ, അപ്പോൾ ഏത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്താലും നമ്മൾ എന്താ ചെയ്യാൻ പോണേ, അതിൻ്റെ കൗണ്ടബിൾ കളക്ഷൻ. ഇനി -∞ to ∞ അല്ലെങ്കിൽ -∞ to 5 എന്ന് പറയുന്ന ഒരു അൺബൗണ്ടഡ് സെറ്റ് എടുക്കുകയാണെങ്കിൽ -∞ to 6 എന്ന് പറയുന്ന ഒരു ഓപ്പൺ കവർ എടുക്കാം. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ഓപ്പൺ ഇൻ്റർവെൽസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, കവർ എന്ന് പറയുന്ന മീനിങ് മനസ്സിലായി എന്ന് വിചാരിക്കണം. സോ ഹിയർ വി ഹാവ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് കൺസിഡർ ദ കൗണ്ടബിൾ കളക്ഷൻ ik ഫ്രം k = 1 to ∞ ഓഫ് നോൺ എംപ്റ്റി ഓപ്പൺ ബൗണ്ടഡ് ഇൻ്റർവെൽസ് ദാറ്റ് കവേഴ്സ് എ. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് എ is a subset of union k = 1 to ∞ ik. ഇതിവിടെ ഇൻഫിനിറ്റി കളക്ഷൻസ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ എടുത്തതിലൊക്കെ ഫൈനൈറ്റ് കളക്ഷൻസ് ആണ്. ഇൻഫൈനൈറ്റ് കളക്ഷൻ എടുക്കാം, ഫൈനൈറ്റ് കളക്ഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ ഇൻഫൈനൈറ്റ് കളക്ഷൻ എടുത്ത് അതിനൊരു നോൺ എംപ്റ്റി ഓപ്പൺ ബൗണ്ടഡ് ഇൻ്റർവെൽസ് ദാറ്റ് കവേഴ്സ് എ. ഇനി എന്താ ചെയ്യാൻ പോണേന്നറിയോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇഗെയിൻ ഇപ്പം പറയുമ്പോൾ ഒരു ഇൻ്റർവെൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ 1 2 എന്ന് പറയുന്ന ഇൻ്റർവെലിനത് ഈ കുറേ ഇൻ്റർവെൽസിൻ്റെ ഇങ്ങനെ യൂണിയനായിട്ട് എൻ്റെ 1 2 ആണ്. 1 2 എന്ന് പറയുന്നതിനെ കുറേ ഇങ്ങനെ ഈക്വൽ ആവുന്നൊന്നും പറയണില്ല അല്ലേ, ഓപ്പൺ ആവുന്ന കുറേ ഇൻ്റർവെൽസിൻ്റെ കവർ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി ഓരോ ഇൻ്റർവെല്ലിനും ലെങ്ത് ഉണ്ട്, ശരിയാണല്ലോ അല്ലേ. ഇങ്ങനെ എത്ര തരത്തിൽ ചെയ്യാം. ഇപ്പോൾ ഇതൊരു ഗ്രീൻ കളറിൽ കൊടുത്തത് ഈ 1 2ൻ്റെ ഒരു ഓപ്പൺ കവറാണ് അല്ലേ. ഇനി ഞാനിത് ഒരു വയലറ്റ് കളറിൽ ഒറ്റ ഓപ്പൺ കവർ കൊടുത്തു, ഇതൊരു ഓപ്പൺ കവറാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇവിടെ ഇപ്പോൾ ഒരു ഇത് 1 to 2 ആണെങ്കിൽ ഇതൊരു -100 to 100 എന്ന് പറയുന്ന ഒരു വാല്യൂ, -100 to 100 ആവണമെന്നൊന്നുമില്ല കേട്ടോ. 0 to 3 വന്നാലും കൂടി അതൊരു ഓപ്പൺ കവറാണ്. ഇനി 3 എണ്ണാക്കിയിട്ട് മാറ്റാം അല്ലേ. വേണമെങ്കിൽ ഞാൻ വേറൊരു കളറിൽ, ഒരു ബ്ലാക്ക് കളർ ഒരു ഓപ്പൺ കവർ ഈ ബ്ലൂവിൽ ഇങ്ങനെ കൊടുത്തു, ഇവിടെ വേറൊരു ഓപ്പൺ കവർ കൊടുത്തു. അപ്പോൾ അങ്ങനെ എത്ര തരത്തിൽ വേണമെങ്കിലും ഒരു സെറ്റിന് ഓപ്പൺ കവർ കൺസിഡർ ചെയ്യാം. അങ്ങനെ കുറേ തരത്തിലുള്ള ഓപ്പൺ കവറുകൾ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഫോർ ഈച്ച് കളക്ഷൻ കൺസിഡർ ദ സം ഓഫ് ദ ലെങ്ത്സ് ഓഫ് ഇൻ്റർവൽ ഇൻ ദ കളക്ഷൻ. ഇപ്പോൾ ഈ -100 to 100 ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് 200 അല്ലേ. അപ്പോൾ എനിക്ക് ഒരു ലെങ്ത്ത് കിട്ടി. ഇനി 2 ആക്കി, അതായത് 1 to 2 ആയിരുന്നല്ലോ എൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് അല്ലേ. 0 to half-ഉം 1 to 3 ആണെന്ന് വിചാരിക്കേ. അതായത് ഹാഫ് പ്ലസ് ഈ 0 to half എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് ഹാഫാണ്, പ്ലസ് 0 to 3 അല്ലെങ്കിൽ 1 to 3 ആണെങ്കിൽ 2. അപ്പോൾ ഇത് വേറൊരു ലെങ്ത്ത് കിട്ടി. അങ്ങനെ പല ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് എല്ലാം എടുത്ത് അതിൻ്റെ ഇൻഫീമം വാല്യൂ എന്താണോ അതാണ് ഔട്ടർ മെഷർ. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം, എങ്ങനെ പറയാം, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു ഇലമെൻറ്റ്സ്, ഒരു സെറ്റ് ഉണ്ട് നമുക്ക്. അത് എന്തൊക്കെയാവാം, ഒരു ഇൻ്റർവെല്ലാവാം, കുറേ ഇൻ്റർവെൽസിലെ കളക്ഷൻ ആവാം, കുറച്ച് ഇൻ്റർവെൽസും പിന്നെ ഇലമെൻറ്റ്സ് ആവാം അല്ലേ. 1 2 3 എന്ന് പറഞ്ഞ പോലെ സിംഗിൾട്ടൺ സെറ്റ്സ് ആവാം. എന്താണെങ്കിലും ഇതിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്പൺ കവേഴ്സിൻ്റെയും കളക്ഷൻ എടുത്ത് ആ ഓപ്പൺ കവേഴ്സിനൊക്കെ എടുക്കുമ്പോൾ ഓപ്പൺ കവേഴ്സൊക്കെ എന്താണ്, നോൺ എംപ്റ്റി ബൗണ്ടഡ് ഓപ്പൺ ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ ഓരോ ഇൻ്റർവെല്ലിനും ലെങ്ത് ഉണ്ട്. അങ്ങനെ ആ ലെങ്ത്തുകളൊക്കെ സം ചെയ്ത് അങ്ങനെ ഓരോ കവറിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സിഗ്മ L(i) നമുക്ക് കിട്ടും, L(ik) നമുക്ക് കിട്ടും. അതിൻ്റെ ഇൻഫീമം വാല്യൂ ആണ് M*(a). കൺസെപ്റ്റ് മനസ്സിലാവണം. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, M*(a) എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സെറ്റുകളുടെ ഇൻഫീമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ സെറ്റിനകത്ത് ഏത് ഇലമെൻ്റ് ഉണ്ടെങ്കിലും അത് എന്തായിരിക്കും, ഈ M*(a)നേക്കാട്ടിലും വലുതായിരിക്കും. നമുക്ക് ഈ കൺസെപ്റ്റ് ആവശ്യം വരുമേ. അപ്പോൾ ഒരു ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും ഒരു സിഗ്മ L(ik) എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് M*(a) less than or equal to സിഗ്മ L(ik) എന്ന് വരും. ഓക്കെ, ഇനി കുറച്ച് ഇതിൻ്റെ റിസൾട്ട്സ് ആണ്. M*(phi) = 0. എങ്ങനെയാണ് ഫൈനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഒരു ഇലമെൻറ്റെങ്കിലും ഉണ്ടെങ്കിലാണ് അതിനകത്ത് ഓപ്പൺ കവർ ഉണ്ടാവുക അല്ലേ. അല്ലെങ്കിൽ M*(phi)നെ എല്ലാ ഓപ്പൺ കവറും അറ്റ്ലീസ്റ്റ് എല്ലാ ഓപ്പൺ കവറും അതിനെ കവർ ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഇൻഫീമം വാല്യൂ ആണ്. ഇൻഫീമം വാല്യൂ എന്ന് പറയുമ്പോൾ M*(phi) = 0.
ഇനി എ സബ്സെറ്റ് ഓഫ് ബി ഇംപ്ലൈസ് എം സ്റ്റാർ ഓഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എം സ്റ്റാർ ഓഫ് എ, മോണോട്ടോണിസിറ്റി അല്ലേ. അപ്പോൾ അതും സിമ്പിളായിട്ട് പറയാം അല്ലേ. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലുണ്ട്, ബി എന്ന് പറയുന്ന വേറൊരു, ഇപ്പോൾ എ എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച പോലെ ഞാൻ 2-3 വേണമെങ്കിൽ കാണിക്കാം. ഒരു ഇൻ്റർവെല്ല് ഈ 3 കൂടി യൂണിയനാണ് എ എന്ന് വിചാരിക്കാം. ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് ഒരു സെറ്റ് കേട്ടോ, ഒരു സെറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇലമെൻറ്റും ആണെന്ന് വിചാരിച്ചോ. ഇതാണ് എൻ്റെ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ബി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ബീനെ കവർ ചെയ്യുന്ന എലമെൻസിനേക്കാളും കുറച്ച് മതി ഓട്ടോമാറ്റിക്കായിട്ടും എനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബൈ ഔട്ടർ മെഷറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താണ്, ഇൻഫീമം ഓഫ് ലെങ്ത് ഓഫ് സിഗ്മ എൽ ഓഫ് ഐ കെ വെർ ദിസ് കളക്ഷൻ ഐ കെ ആസ് ദ കവർ ഓഫ് ഓപ്പൺ കവർ ഓഫ് എ ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എം സ്റ്റാർ ഓഫ് എ സബ്സെറ്റ് ഓഫ് എം സ്റ്റാർ ഓഫ് ബി. അഗൈൻ എം സ്റ്റാർ ഓഫ് എ എന്താണ്, ഇൻഫീമം ഓഫ് ലെങ്ത് ഓഫ് സം ഓഫ് ലെങ്ത് ഓഫ് ഇൻ്റർവെൽസ് ആണ്. സോ ഓൾവേസ് ഇറ്റ്സ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, സോ റിസൾട്ട്സ് ഒന്ന് മനസ്സിലുണ്ടാവണം. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ഔട്ടർ മെഷർ ഓഫ് എ കൗണ്ടബിൾ സെറ്റ് ഈസ് 0. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഇൻ്റർവെൽ സെറ്റൊക്കെ എടുത്തില്ല. അപ്പോൾ എൻ്റെ എ എന്ന് പറയുന്ന സെറ്റ്, സപ്പോസ് എ എന്ന് പറയുന്നത് 1 2 3 4 ഇതാണെന്ന് വിചാരിക്കാം. 1 2 3 4 ആവണമെന്നില്ലേ, 1 2 3 4 ഇൻഫിനിറ്റി ആവാൻ വേണമെങ്കിൽ, എന്നാലും കൗണ്ടബിളി ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഓക്കെ, ഇതാണ് എൻ്റെ എ എന്ന് പറയുന്ന സെറ്റ്. അങ്ങനെയാണെങ്കിൽ എം സ്റ്റാർ ഓഫ് എ എന്ന് പറയുന്നത് 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്, ഏത് സെറ്റ് എടുക്കണമെങ്കിലും എം സ്റ്റാർ ഔട്ടർ മെഷർ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു ഓപ്പൺ കവർ വേണം. അപ്പോൾ അതിന് ആദ്യം എനിക്കൊരു ഓപ്പൺ കവർ വേണം. അപ്പോൾ എൻ്റെ നേരത്തെ ഇലമെൻറ്റ്സ് വെച്ചിട്ട് ഞാനൊന്ന് പറയാം. അതായത് എൻ്റെ ഇലമെൻറ്റ്സ് എന്തായിരുന്നു, 1 2 3 4 ആണെന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ല്, 2 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ല്, 3 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ല്, 4 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ല്. നോക്കിയാൽ പല സൈസിലാണ് ഞാൻ അവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, ഈ 1 മൈനസ് എപ്സിലോൺ ടു 1 പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് 1നെ കവർ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലാണ്, നോൺ എം ടി ഓപ്പൺ ബൗണ്ടഡ് ഇൻ്റർവെല്ലാണ്. 2നെ കവർ ചെയ്യുന്നതും അതെ, 2 മൈനസ് എപ്സിലോൺ ഏത് ഇൻ്റർവെല്ല് വേണമെങ്കിലും എടുക്കാമല്ലോ അല്ലേ. ഞാൻ അങ്ങനെയൊരു ഇൻ്റർവെൽസിൻ്റെ കളക്ഷനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എപ്സിലോൺ ബൈ 2 റേസ് ടു കെ പ്ലസ് 1, എപ്സിലോൺ ബൈ, അതായത് ആ സി കെ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ 1 ആണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തും അല്ലേ, അതായത് എപ്സിലോൺ ബൈ 2 റേസ് ടു കെ പ്ലസ് 1. അപ്പോൾ നേരത്തെ കൺസിഡർ അനുസരിച്ച് ഈ സി എന്ന് പറയുന്ന സെറ്റിനെ ഇതിൻ്റെ യൂണിയൻ കവർ ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് കവർ ചെയ്യും അല്ലേ. സോ ദിസ് ഇസ് എ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ് ദാറ്റ് കവേഴ്സ് സി. ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, എം സ്റ്റാർ ഓഫ് സി ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എം സ്റ്റാർ ഓഫ് സി ഫോർ എനി സെറ്റ് its outer measure is positive, right? So 0 less than or equal to m star of c, which is less than or equal to sigma k equal to 1 to infinity L of I k. എന്തുകൊണ്ടാണ്, നേരത്തെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറേ ഇൻ്റർവെൽസിൻ്റെ കളക്ഷൻ എടുത്ത് അതിൻ്റെ എല്ലാ ലെങ്ത്തിൻ്റെ സം എടുത്തതിൻ്റെ ഇൻഫീമം വാല്യൂ ആണ് എം സ്റ്റാർ ഓഫ് സി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ഇൻഫീമം ആണെങ്കിൽ ആ സെറ്റിനകത്ത് ഏത് ഇലമെൻ്റ് എടുത്താലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാവുമല്ലോ. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity L of I k. ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ കൺക്ലൂഷനിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഐ കെ എന്ന് പറയുന്ന ഇൻ്റർവെൽസിന് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ലെങ്ത് ഓഫ് ഐ കെ എന്താ, ലെങ്ത് ഓഫ് ഐ കെ എന്ന് പറയുന്നത് ഈ സി കെ പ്ലസ് എപ്സിലോൺ ബൈ 2 റേസ് ടു കെ പ്ലസ് 1 മൈനസ് സി കെ മൈനസ് എപ്സിലോൺ ബൈ 2 റേസ് ടു കെ പ്ലസ് 1 അല്ലേ. ഇപ്പോൾ 1 5 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് ഈ അപ്പർ ലിമിറ്റ് 5 മൈനസ് 1 എന്ന് വരും അല്ലേ. അതേപോലെ ഇത് മൈനസ് ഇത്, ഇപ്പോൾ എന്താ വരിക, സി കെ പ്ലസ് എപ്സിലോൺ ബൈ 2 റേസ് ടു കെ പ്ലസ് 1 മൈനസ് സി കെ മൈനസ് വരുമ്പോൾ ഒരു പ്ലസ് വരും, എപ്സിലോൺ ബൈ 2 റേസ് ടു കെ പ്ലസ് 1. സി കെ ക്യാൻസൽ ചെയ്ത് പോയി, എന്ത് വന്നു, എപ്സിലോൺ ബൈ 2 ടൈംസ് എപ്സിലോൺ ബൈ 2 റേസ് ടു കെ പ്ലസ് 1 എന്നാണ്. അതായത് എപ്സിലോൺ ബൈ 2 റേസ് ടു കെ എന്ന് വരും അല്ലേ. ഇനി ഈ വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂ അല്ലേ, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് റൈറ്റ് സൈഡിൽ എക്സ്പാൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. എപ്സിലോൺ ഞാൻ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി സിഗ്മ 1 by 2 റേസ് ടു കെ എന്ന് വരും. സോ 1 by 2 പ്ലസ് 1 by 2 സ്ക്വയർ പ്ലസ് എക്സെട്ര, ഇതെന്താണ്, സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് ജി പി വിത്ത് ഫസ്റ്റ് ടേം 1 by 2 ആൻഡ് കോമൺ റേഷ്യോ 1 by 2 അല്ലേ. അതായത് 1 ആണ് വാല്യൂ വരിക. That is 0 less than or equal to m star of c less than or equal to epsilon. Now this epsilon greater than 0 is arbitrary and this is true for every epsilon, which means ഇവിടെ less than or equal to ആണ് കേട്ടോ. Okay, which means m star of c equal to 0. Okay.